ഹലോ, ഗുഡ് മോർണിംഗ്. സബ്സ്പേസസിൽ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു എക്സാമ്പിളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആ സബ്സ്പേസിൻ്റെ പേര് സൊല്യൂഷൻ സ്പേസ് എന്നാണ്. സൊല്യൂഷൻ സ്പേസ് ഓഫ് എ ഹോമോജനസ് സിസ്റ്റം. സൊല്യൂഷൻ സ്പേസ് ഓഫ് എ ഹോമോജനസ് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ്. ലീനിയർ ഇക്വേഷൻസ് നമുക്കറിയാലോ, ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷനാണ്. ഹോമോജനസ് ആകുമ്പോൾ റൈറ്റ് സൈഡ് 0 ആണ്. നമ്മൾ കണ്ടതാ അല്ലേ? ഒരു എക്സാമ്പിൾ എഴുതുകയാണെങ്കിൽ ഞാൻ എക്സാമ്പിൾ ഇങ്ങനെ എഴുതുന്നത് കേട്ടോ. a11x പ്ലസ് a12y പ്ലസ് a13z ഈക്വൽ 0. മറ്റൊന്ന് a21x പ്ലസ് a22y പ്ലസ് a23z ഈക്വൽ 0. a31x പ്ലസ് a32y പ്ലസ് a33z ഈക്വൽ 0. ഇതൊരു നോക്കൂ, എക്സ് വൈ സെഡ് അല്ലേ വേരിയബിൾസ്. പവർ 1 അല്ലേ, ഹോമോജനസ് ആണ്. റൈറ്റ് സൈഡ് 0 അല്ലേ, ലീനിയർ ആണ്. എക്സ് വൈ സെഡ് ഡിഗ്രി 1 ആണ്, ലീനിയർ ആണ്. റൈറ്റ് സൈഡ് 0 വന്നാൽ അത് ഹോമോജനസും ആണ് അല്ലേ. സോ ദിസ് ഇസ് എ ഹോമോജനസ് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് ഇൻ ദ വേരിയബിൾസ് എക്സ് വൈ ആൻഡ് സെഡ്. ഇത് നമുക്ക് അതിനെ മെട്രിക്സ് ഫോമിലേക്ക് മാറ്റാം. ഇത് നമ്മൾ മെട്രിക്സ് ഫോമിലേക്ക് മാറ്റാറ് ഇതിൻ്റെ കോഎഫിഷ്യൻസ് എഴുതിയിട്ടാണ്. a11 a12 a13 a21 a22 a23 a31 a32 a33 into x y z is equal to 0 0 0. ഓക്കെ അല്ലേ? നമുക്ക് മെട്രിക്സ് ഫോമിൽ ഇതിങ്ങനെ മാറ്റാം. ഈ മെട്രിക്സ് എന്താണ്? എക്സ് വൈ സെഡിൻ്റെ കോഎഫിഷ്യൻസ് അല്ലേ. സോ ദാറ്റ് കോഎഫിഷ്യൻ മെട്രിക്സ് ക്യാൻ ബി റിട്ടൺ ആസ് ക്യാപിറ്റൽ എ. ഇത് വേരിയബിൾസ് അല്ലേ, ആ വേരിയബിൾ വരുന്നതിന് നമുക്ക് എക്സ് എന്ന് എഴുതാം. സോ യു ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് എക്സ് ഇസ് ഈക്വൽ ടു 0. അപ്പോൾ യൂഷ്വലി സിസ്റ്റത്തെ നമ്മൾ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാറ്. എക്സ് ഇസ് ഈക്വൽ ടു 0. എ കോഎഫിഷ്യൻ മെട്രിക്സ് ആണ്, എക്സ് വേരിയബിൾസും ആണ്. റൈറ്റ് സൈഡ് 0 വന്നുകൊണ്ട് അത് ഹോമോജനസ് ആണ് അല്ലേ. ഇനി ഇവിടെ നോക്കിയേ, the solution set of a homogeneous linear system ax is equal to 0. ഈ ax is equal to 0 ഉള്ള സിസ്റ്റം, അതിൻ്റെ സൊല്യൂഷൻ സെറ്റ് ഏതാണ്? ഇതിൻ്റെ സൊല്യൂഷൻ എക്സ് വൈ സെഡിൻ്റെ വാല്യൂസ് അല്ലേ സൊല്യൂഷൻസ്. ഇപ്പോൾ സൊല്യൂഷൻ വരുന്നത് ഇതില്ല, എക്സിലാണ് സൊല്യൂഷൻ വരുന്നത്. ആ എക്സിന് കൊടുക്കാൻ പറ്റുന്ന എല്ലാ വാല്യൂസും എടുക്കുക, അതാണ് സൊല്യൂഷൻ സെറ്റ്. ആ സൊല്യൂഷൻ സെറ്റ് എന്തായി മാറുന്ന പറയുന്നത് എം ഇക്വേഷൻസ്. ഇവിടെ എത്ര ഇക്വേഷൻസ് ഉള്ളത്? ഇവിടെ 3 ഇക്വേഷൻസ് ആൻഡ് 3 വേരിയബിൾസാണ്. എം ഇക്വേഷൻസ് ഇൻ n unknowns is a subspace of Rn. അത് സബ്സ്പേസ് ആണെന്ന് കാണിക്കണം, അത്രയേ ഉള്ളൂ. ഈ എക്സ്, ഈ സിസ്റ്റം സാറ്റിസ്ഫൈ ചെയ്യുന്ന വേരിയബിൾസ് എക്സ് എന്തായിട്ട് മാറും? ഒരു സബ്സ്പേസ് ആയിരിക്കുന്നതാണ് കാണിക്കേണ്ടത്. നോക്കൂ, ഞാൻ ചെറിയൊരു എക്സാമ്പിൾ പറയാം. ഇവിടെ നിങ്ങൾ എക്സിനും വൈക്കും സെഡിനും 0 കൊടുത്തു കഴിഞ്ഞാൽ ഈക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യില്ലേ? അപ്പോൾ ഈ സൊല്യൂഷൻ സെറ്റിൽ ആരുണ്ട്? 0 0 0 ഉണ്ട്. സബ്സ്പേസ് ആകുമ്പോൾ വെക്റ്റർ സ്പേസ് അല്ലേ, അവിടെ 0 0 0 വേണ്ടേ? വേണം. അപ്പോൾ നമുക്ക് കാണിക്കേണ്ടതാണ് ഈ എക്സുകൾ ഒരു സബ്സ്പേസ് ആയിട്ട് മാറുന്ന കാണിക്കേണ്ടത്. എങ്ങനെയാണ് സബ്സ്പേസ് നമ്മൾ കാണിക്കുക? അവിടെ 2 പേര് എടുക്കുക, എക്സ് എന്ന് 2 പേര് എടുക്കുക. അപ്പോൾ നമ്മൾ x1 എന്നും x2 എന്നും എടുക്കുക. x1 പ്ലസ് x2 അവിടെ തന്നെ ഉണ്ടെന്ന് കാണിക്കുക അല്ലേ. അതുപോലെ ഒരു എക്സ് എടുക്കുക, കെ എക്സും അവിടെ തന്നെ ഉണ്ടെന്ന് കാണിച്ചാൽ നമുക്ക് സബ്സ്പേസ് ആയി. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ ഈ എക്സ് സൊല്യൂഷൻ സെറ്റ് എക്സ് അല്ലേ, അങ്ങനെ 2 പേര് എടുക്കുക. അപ്പോൾ ആരൊക്കെയാ? ഒരു x1 എടുക്കുക, ഒരു x2 എടുക്കുക. അപ്പോൾ x1 എന്താണ്? സൊല്യൂഷൻ സെറ്റാണ്. സൊല്യൂഷൻ സെറ്റ് ആണെങ്കിൽ a x1 is equal to 0 ആവണ്ടേ. സോ സിൻസ് x1 is a solution set, a x1 is equal to 0. Since x2 is also a solution set, a x2 is also 0. നമുക്ക് എന്താ കാണിക്കേണ്ടത്? x1 plus x2 ഇവിടെ ഉണ്ടെന്ന് കാണിച്ചാൽ മതി. Now a into x1 plus x2 is equal to ax1 plus ax2. Now what is ax1? 0. What is ax2? 0. 0 plus 0 is equal to 0. കണ്ടോ? അപ്പോൾ ax1 plus x2 എന്ത് തന്നെയാണ്? 0 ആണ്. x1 plus x2 ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതിൻ്റെ മീനിങ് എന്താണ്? x1 plus x2 ബിലോങ്സ് ടു ദ സൊല്യൂഷൻ സെറ്റ് എന്നാണ്. അപ്പോൾ സൊല്യൂഷൻ സെറ്റ് 2 പേരെ നമ്മൾ ചൂസ് ചെയ്തു, x1 x2നെയും. ആ x1 പ്ലസ് x2 ആ സൊല്യൂഷൻ സെറ്റ് തന്നെയുണ്ട്. ഇനി സ്കാലർ മൾട്ടിപ്പിൾ എടുക്കുക. ഇതാ ax is equal to 0 ആണ്.
Now what is a into kx? This is equal to k times ax. And what is ax? Ax is 0. So this is equal to 0. But kx also satisfies this equation. ഇപ്പോൾ സൊല്യൂഷൻ സെറ്റിൽ ആരുടെ ഉണ്ട്? kx ഉണ്ട്. രണ്ട് വെക്ടേഴ്സിന്റെ സം ഉണ്ട്, സ്കാലർ മൾട്ടിപ്ലൈ ഉണ്ട്. സോ ദാറ്റ് ഇറ്റ് ഈസ് എ സബ്സ്പേസ്. ഇത്രയേ ഉള്ളൂ. ഇതാണ് ഇതിന്റെ പ്രൂഫ്. ഈ റിസൾട്ടിന്റെ പ്രൂഫ് ഇതാണ്. ഇനി ഇത് വെരിഫൈ ചെയ്യാൻ, അങ്ങനെ സൊല്യൂഷൻ സെറ്റ് സബ്സ്പേസ് ആവുമെന്ന് നോക്കാൻ ഞാൻ 3 എക്സാമ്പിൾ ബോർഡിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. സൊല്യൂഷൻ സെറ്റ് എന്ന് പറഞ്ഞാൽ ഏതാണ്? എക്സും വൈയും സെഡും സാറ്റിസ്ഫൈ ചെയ്യുന്ന വാല്യൂസാണ്. നമുക്കിതൊന്ന് സോൾവ് ചെയ്ത് നോക്കാം. സോൾവ് ചെയ്യാൻ റോ റിഡക്ഷൻ നടത്താണ്. അതിന് മുമ്പ് ഒരു കാര്യം പറയാം. ഇത് ഹോമോജനസിന്റെ കേസല്ലേ പറയുന്നത്. നോൺ ഹോമോജനസ് ആണ് ഇത് സാറ്റിസ്ഫൈ ചെയ്യോ? നോൺ ഹോമോജനസ് ആണെങ്കിൽ എ എക്സ് ഇസിക്കൽ ടു ബി എന്നുണ്ടാവുക. ഇവിടെ 0 ആയിരിക്കില്ല, ബി എന്നുണ്ടാവുക. അപ്പോൾ എ എക്സ് 1 ബി ആണ്, എ എക്സ് 2 ബി ആണ്. അപ്പോൾ എ ഇൻറ്റു x1 പ്ലസ് x2 ഇങ്ങനെ മാറും. അപ്പോൾ അത് ബി പ്ലസ് ബി എത്രയും മാറും? 2b എന്നുണ്ടാവുക. സാറ്റിസ്ഫൈ ചെയ്യോ? സാറ്റിസ്ഫൈ ചെയ്യില്ല. അപ്പോൾ ഇത് സാറ്റിസ്ഫൈ ആണെങ്കിൽ സിസ്റ്റം എന്തായിരിക്കണം? ഹോമോജനസ് ആയിരിക്കണം. നമുക്കിതൊന്ന് സോൾവ് ചെയ്ത് നോക്കാം. റോ റിഡക്ഷൻ നടത്താണ്. റോ റിഡക്ഷൻ നടത്തുമ്പോൾ ഫസ്റ്റ് റോ അതുപോലെ തന്നെ 1 - 2 3. ഇനി ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഇവിടെ സബ്ട്രാക്ട് ചെയ്യുക. 2 - 2 0. ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ -4, -4 + 4 0. ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ 6, 6 - 6 0. ഇനി ഇവിടെ 0 ആക്കണം. 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 3 - 3 0, -6 - -6 0, 3 and 3 9, 9 - 9 0, into x y z is equal to 0 0 0. ഓക്കെ അല്ലേ? ഇതിനെ നമ്മൾ മാറ്റി കഴിഞ്ഞാൽ എന്താ കിട്ടുക? x - 2y + 3z is equal to 0 എന്ന് കിട്ടും. ശരിയല്ലേ? ഇത് എന്തിൻ്റെ ഇക്വേഷനാണ്? ഇതൊരു പ്ലെയിൻ്റെ ഇക്വേഷനാണ് അല്ലേ? നമുക്കറിയാവുന്നതല്ലേ? പ്ലെയിൻ്റെ ഇക്വേഷൻ എങ്ങനെയാണ് വരിക? ax + by + c is equal to d എന്നുണ്ടാവുക അല്ലേ? ഈ d 0 ആണെങ്കിൽ അത് ഒറിജിനിലൂടെ പാസ് ചെയ്യും. ഇതാ ഫോമുല ഉള്ള. സോ ദിസ് ഇസ് ഇക്വേഷൻ ഓഫ് ദ പ്ലെയിൻ ഇൻ ദ സ്പേസ്. R3 ഒരു പ്ലെയിൻ്റെ ഇക്വേഷൻ. അത് ലൈൻ പ്ലെയിൻ പാസിംഗ് ത്രൂ ദ ഒറിജിൻ സബ്സ്പേസ് ആണ് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അതിൻ്റെ സൊല്യൂഷൻ സ്പേസ് എന്താണ്? സബ്സ്പേസ് ആണ്. ഓക്കെ അല്ലേ? ഈ ഒരു എക്സാമ്പിൾ നോക്കാം. സെക്കൻഡ് എക്സാമ്പിൾ. ഇതിൻ്റെ സൊല്യൂഷൻ സ്പേസ് സബ്സ്പേസ് ആണോ നോക്കാം. ഇതിൻ്റെ സൊല്യൂഷൻ സ്പേസ് എന്നാൽ എക്സ് വൈ സെഡ് സാറ്റിസ്ഫൈ ചെയ്യുന്ന വാല്യൂസ് അല്ലേ? എക്സിനും വൈക്കും സെഡിനും ഏത് വാല്യൂ എടുക്കുമ്പോൾ അത് സാറ്റിസ്ഫൈ ചെയ്യുക? നിങ്ങൾ മൾട്ടിപ്ലൈ നോക്കിയേ. 0 + 0 + 0 തീർച്ചയായിട്ടും 0 ആണ്. ഇവിടെ അതുപോലെ തന്നെ 0 + 0 + 0 തീർച്ചയായിട്ടും 0 ആണ്. എക്സിനും വൈക്കും സെഡിനും ഏത് വാല്യൂം കൊടുക്കാം അല്ലേ? എന്ന് പറഞ്ഞാൽ സൊല്യൂഷൻ സ്പേസ് എന്ത് തന്നെയാണ്? സൊല്യൂഷൻ സ്പേസ് R3 തന്നെയാണ്. എക്സ് വൈ സെഡ് ട്രിപ്ലറ്റ് അല്ലേ? ട്രിപ്ലറ്റ് എവിടെ നിന്ന് വരിക? R3. ഏത് എക്സ് വൈ സെഡും ആവാം. ശരിയല്ലേ? അപ്പോൾ ഇവിടുത്തെ സൊല്യൂഷൻ സെറ്റ് R3 തന്നെയാണ്. സബ്സ്പേസ് ആണ്, നമുക്കറിയാം. R3യുടെ ഒരു സബ്സ്പേസ് R3 തന്നെയാണ്. ഓക്കെ അല്ലേ? ഇതുപോലെ വെരിഫൈ ചെയ്യാൻ ഞാൻ ഒരു എക്സാമ്പിളൂടെ ബോർഡിൽ എഴുതിയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഇതിൻ്റെ സൊല്യൂഷൻ സ്പേസ് എന്താണെന്ന് നോക്കാം. ഇത് നിങ്ങൾ റോ റിഡക്ഷൻ നടത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് റാങ്ക് 3 എന്ന് കിട്ടും. ചെയ്ത് നോക്കുക. നമ്പർ ഓഫ് അൺനോൺസ് എക്സ് വൈ സെഡ് അതും എത്ര തന്നെയാണ്? n-ഉം 3 ആണ്. n = 6 ആണെങ്കിൽ ഹോമോജനസിന്റെ കേസിൽ സൊല്യൂഷൻ ഏതാണ്? എന്താണ്? ട്രിവിയൽ സൊല്യൂഷനാണ്. 0 0 0. അപ്പോൾ ഇവിടുത്തെ സൊല്യൂഷൻ നിങ്ങൾ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടുക 0 0 0 ആണ് സൊല്യൂഷൻ സെറ്റായിട്ട് കിട്ടുക. ഇത് നമ്മുടെ സബ്സ്പേസ് ആണ്. ഏത് സബ്സ്പേസാണ്? 0 സബ്സ്പേസ് ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ അതോടുകൂടെ നമ്മുടെ സൊല്യൂഷൻ സ്പേസ് എന്നുള്ള സെക്ഷൻ അവിടെ കഴിയും. ഓക്കെ.